നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വത്തിനും പണത്തിനും വേണ്ടി അലമുറയിടുന്ന ഒരു സ്ത്രീ ഒരു ഭാഗത്ത്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച രണ്ടുപേർ മറ്റൊരു ഭാഗത്ത്. എന്റെ തീരുമാനം ഞാനെടുത്തു. അതിലിനി ഒരു മാറ്റവും തെറ്റായി പോയെന്ന് ചേച്ചിക്ക് തോന്നിയെങ്കിൽ ഐ എം സോറി. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പറയ്. നീ സമാധാനിക്ക് ദീപക്കെ. നമുക്ക് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാം. എന്നിട്ട് അവിടെ നിന്ന് ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് ഋതികയെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പതിവ് പോലത്തെ പുതിയ ഐഡിയകളുണ്ടെങ്കിൽ പറയ്. ദീപക്കെ, ഋതികയുടെ കാര്യത്തില് എല്ലാം വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കഴിവുകേടാണെന്ന് നീ അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സാധ്യതകൾ കണ്ടെത്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സംഭവിക്കേണ്ട സമയമാവുമ്പോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഉവ്വ, കൊറേ സംഭവിക്കും. പിന്നിലെ പറമ്പിലെ നല്ല ഈട്ടിനിപ്പില്ലേ, അത് മുറിച്ച് അമ്മ ഒരു തൊട്ടില് പണിയിച്ചു വെച്ചോ. രാജുവിന്റെ കുഞ്ഞുമായിട്ട് ഋതിക ഇവിടെ വന്ന് നിൽക്കുമ്പോ ആ തൊട്ടിലിട്ട് അമ്മയ്ക്ക് അവള് കുഞ്ഞിനെ ഉറക്കാലോ. എടാ, ചില പ്ലാനൊക്കെ പൊളിഞ്ഞു നിൽക്കും. അതിന് നീ ഇങ്ങനെ ഭൂകമ്പം സൃഷ്ടിച്ചാൽ എങ്ങനെയാ? അതിനമ്മ എന്തറിഞ്ഞിട്ടാ? അവള് ആ ഋതിക രമ്യയുടെ ചേട്ടനെ കൊണ്ട് തന്നെ ആ രാജുവിന്റെ അനിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്ന്. ദൈവമേ, ദൈവത്തിനെ വിളിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. അവരുടെ കല്യാണം നടന്നത് ഇഷ്ടപ്പെടാതെ രമ്യയുടെ അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ആ പ്രശ്നം അമ്മാവൻ പറഞ്ഞ് പരിഹരിച്ചു. പ്രതാപനോ? കല്യാണ പന്തല് വെച്ചോ? കല്യാണ പന്തല് വെച്ചല്ല, ആശുപത്രിയിൽ വെച്ച്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? പ്രണയ വിവാഹം നടത്തിയ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അമ്മാവൻ ഋതികയുടെ രാജുവിന്റെ വിവാഹം അംഗീകരിക്കുന്ന കാലം അധികം അകലെയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. പ്രതാപ, എന്താ ചേച്ചി? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എനിക്ക് എനിക്ക് ശരിക്കും കേട്ടത് വിശ്വസിക്കാനായില്ല. നീ എങ്ങനെ അങ്ങനെയൊക്കെ? എന്താ ചേച്ചി? ചേച്ചി എന്താ കേട്ടത്? രമ്യയുടെ ചേട്ടനുമായി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച രാജുവിന്റെ അനിയത്തി ശ്രീലക്ഷ്മിയെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? നീ അങ്ങനെ ചെയ്തോ പ്രതാപ? പെറ്റ് വളർത്തിയ അച്ഛനമ്മമാരെ കുറിച്ച് ആലോചിക്കാതെ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ ചെറുപ്പക്കാരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ നീ ശാസിക്കാറല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ, നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്തത് തെറ്റായിപ്പോയി പ്രതാപ. ചേച്ചി, ഞാൻ ഒരു പെൺകുട്ടി കൂടി ഈ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. നാളെ അവളുടെ മനസ്സിലും ഒരു ചെറുപ്പക്കാരനോട് പ്രണയം തോന്നിയ പ്രണയവിവാഹങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന വല്യച്ഛൻ തന്റെ പ്രണയവും അംഗീകരിക്കുമെന്ന് കരുതി അവളെന്തെങ്കിലും അരുതാത്തത് ചെയ്താൽ? ചേച്ചി വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. പ്രണയിക്കുന്ന ഒരു തെറ്റല്ല, പക്ഷെ ആരായാലും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. മാതാപിതാക്കൾ ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ ആ ബന്ധത്തിന്റെ വരുംവരായികളെ കുറിച്ച് ബോധ്യമായാൽ ഒരു തീരുമാനം എടുക്കാനും കഴിയണം. എല്ലാവരുടെയും കഥ ഒരുപോലെ അല്ലല്ലോ ചേച്ചി. ശ്രീലക്ഷ്മി നല്ല കുട്ടിയാ, പഠനത്തിലും മിടിക്കുക, ഒരു കുറ്റവും കണ്ടെത്താനാവാത്തത്ര നല്ല സ്വഭാവ. രമ്യയുടെ ചേട്ടന് നല്ല ചെക്കന. അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഒരിക്കൽ രമ്യയുടെ മാതാപിതാക്കൾ സമ്മതിച്ച് വിവാഹ പന്തൽ വരെ എത്തിയ അവരുടെ വിവാഹം എങ്ങനെയാണ് മുടങ്ങിയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നല്ലേ?
പക്ഷേ നീ എന്തിനാ പ്രതാപ ഇതിലൊക്കെ ഇടപെടുന്നേ? ചേച്ചി, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മാത്രം ക്ഷണം സ്വീകരിച്ച് വിവാഹ പന്തലിൽ എത്തിയതാണ് ഞാൻ. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേർ. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കേണ്ട പ്രായമായി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പാങ്ങുമായി. മറ്റെന്തെങ്കിലും കാരണമാണ് രമ്യയുടെ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ആ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യില്ലായിരുന്നു. രമ്യയുടെ അമ്മയ്ക്ക് നികത്താനുണ്ടായിരുന്നത് പണത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു. നീതിയോടെയും സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള ജീവിതമാണ് സമ്പത്തിനേക്കാൾ വലുതെന്ന് കരുതുന്ന എന്റെ മുന്നിൽ സ്വത്തിനും പണത്തിനും വേണ്ടി അലമുറയിടുന്ന ഒരു സ്ത്രീ ഒരു ഭാഗത്ത്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച രണ്ടുപേർ മറ്റൊരു ഭാഗത്ത്. എന്റെ തീരുമാനം ഞാനെടുത്തു. അതിലിനി ഒരു മാറ്റവും. തെറ്റായി പോയെന്ന് ചേച്ചിക്ക് തോന്നിയെങ്കിൽ ഐ എം സോറി. ഇതൊക്കെ വെറുതെ ഷോ ഓഫ് ആണമ്മേ. മകളോട് ചായവ് തുടങ്ങി. ഇത് അതിന്റെ ഹരീഷേ, നീ ഇത് കുടിക്ക്. വേണ്ട ചേച്ചി. നീ ഇത് പിടിച്ചേ. രാജു, ഈ സേതു മഹാചട്ടമ്പിയ. രുക്മിണിക്ക് നമ്മളോടുള്ള വാശി ഇരട്ടിയാക്കാൻ ഇവ മതി. കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്നവനവൻ. അങ്കിളെ, നിങ്ങളാരും ഞങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ട്. ശ്രീലക്ഷ്മിയായിട്ടുള്ള വിവാഹം നടന്ന ടൗണിലേക്ക് പോയി താമസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ശ്രീലക്ഷ്മിയുടെ മുന്നോട്ടുള്ള പഠിത്തത്തിനും അതാണല്ലോ നല്ലത്. നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ശ്രീയുമായിട്ട് ടൗണിലേക്ക് തിരിച്ചോട്ടെ. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടിന്റെ മുകളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുക. ശ്രീലക്ഷ്മിക്ക് യാതൊരു കുറവുകളും ഇല്ലാതെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അത് ശരിയല്ലോ ഹരീഷേ. വിവാഹം കഴിക്കാൻ നിങ്ങൾ സ്വീകരിച്ച വഴി ഞങ്ങളെ വിഷമിപ്പിച്ചെങ്കിലും നിങ്ങളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്റെ മകളെ വിവാഹം കഴിച്ചപ്പോ ഹരീഷിന്റെ മുന്നില് സ്വന്തം വീടിന്റെ വാതിൽ അടച്ചു എന്ന് കരുതി ഞങ്ങളാരും അങ്ങനെ ചെയ്യുന്ന ഹരീഷ് കരുതണ്ട. ഹരീഷേ, നിന്നെയും എന്റെ മോനെ പോലെ ഞാൻ കരുതിയിരിക്കണത്. ഹരീഷും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. എന്നാലും അത് രാജു, രാജു, എന്താ സർ, എന്താ കാര്യം? രാജു, രാജുവിന്റെ അച്ഛന്റെയും പേരിൽ ഒരു പരാതി ഇദ്ദേഹം സ്റ്റേഷനിൽ തന്നിട്ടുണ്ട്. CI സാറ് നേരിട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കോൺസ്റ്റബിളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.